Hi guys! ഇന്നത്തെ റെമഡി നമ്മുടെ സ്കിന്നിനെ വൈറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സൂപ്പർ ആയിട്ടുള്ള ഒരു പാക്കിൻ്റെ റെമഡിയാണ്. നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി വൈറ്റനിങ് പാക്കാണ് കേട്ടോ. ഒരു തവണ നമ്മൾ ഉപയോഗിക്കുമ്പോൾ തന്നെ സൂപ്പർ റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത്. നമുക്ക് സൺ ടാൻ ഉണ്ടെങ്കിൽ പെട്ടെന്ന് പോകാനായിട്ട് ഈ ഒരു പാക്ക് മാത്രം മതി കേട്ടോ. നമ്മൾ ഈ ഒരു പാക്ക് മാത്രം ഉപയോഗിച്ച് വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫേസിലുണ്ടാവുന്ന പിമ്പിൾസ്, മാർക്സ്, പിഗ്മെൻറ്റേഷൻ, കരിമംഗല്യം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം റിമൂവ് ആക്കിക്കൊണ്ട് നമ്മുടെ സ്കിന്നിനെ നല്ല രീതിക്ക് ലൈറ്റൻ ആൻഡ് ഗ്ലോ ആക്കി വെക്കാനായിട്ടും ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഗൈസ് നമുക്ക് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ? ഇതെങ്ങനെ തയ്യാറാക്കി എടുത്ത് എന്നുള്ളത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഉരുളക്കിഴങ്ങാണ്, നമ്മുടെ പൊട്ടോറ്റോ തോലെല്ലാം കളഞ്ഞിട്ട് ഇതുപോലെ കുഞ്ഞ് കഷ്ണങ്ങളാക്കി കൊണ്ടുവരിക. എന്നിട്ട് ഇതൊരു മിക്സി ബൗളിനകത്തേക്ക് അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുക. ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിനകത്തേക്ക് ഞാനൊരു പൗഡർ കൂടി ചേർക്കുന്നുണ്ട്. അത് വേറെ ആരുമല്ല, നമ്മുടെ റാഗിയുടെ സ്റ്റാർച്ചാണ് കേട്ടോ. ഈ ഒരു റാഗി സ്റ്റാർച്ച് എങ്ങനെ ചെയ്തെടുത്തു എന്നുള്ളതിനെ പറ്റിയിട്ടുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതൊന്നും കണ്ട് മനസ്സിലാക്കുക. അത് ഞാനിവിടെ 2 സ്പൂണ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾ എന്തായാലും ഓപ്ഷൻ ചോദിച്ചുകൊണ്ട് വരും, ഈ ഒരു റാഗിക്ക് പകരം വേറെ എന്തെടുക്കാം എന്നുള്ളത്. റാഗി പൗഡർ മതിയോ എന്നുള്ളത് ചോദിക്കാം. നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ട്രൈ ചെയ്തിട്ടുള്ളത് ഈ ഒരു റാഗിയുടെ സ്റ്റാർച്ചും അതുപോലെ തന്നെ കടലമാവുമാണ് കേട്ടോ. നമ്മുടെ കടലപ്പൊടിയില്ല, അത് ഉപയോഗിച്ചിട്ട് ഞാൻ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഏറ്റവും നല്ല റിസൾട്ടായിട്ട് തോന്നിയത് ഈ ഒരു റാഗിയുടെ സ്റ്റാർച്ച് ഉപയോഗിച്ചപ്പോൾ തന്നെയായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ റാഗിയുടെ സ്റ്റാർച്ച് എടുക്കാൻ പറയുന്നത്. ഒരു പക്ഷേ നിങ്ങൾക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കടലമാവ് ഉപയോഗിക്കുക കേട്ടോ. കടലമാവ് ഉപയോഗിച്ചിട്ടും ചെയ്തോളൂ, സൂപ്പർ റിസൾട്ടായിരിക്കും. രണ്ടും നല്ലതാണ്. എനിക്ക് കുറച്ചുകൂടി ഇത് എഫക്റ്റീവായിട്ട് തോന്നി, അതുകൊണ്ട് ഞാനിത് പറഞ്ഞെന്ന് മാത്രം. അപ്പം നമ്മളിത് അരച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇച്ചിരി അരയാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഇതിനകത്തേക്ക് പാലോ തൈരോ അല്ലെങ്കിൽ നമുക്ക് നോർമൽ വാട്ടറോ റോസ് വാട്ടറോ ഏതെങ്കിലും ഒരു കാര്യം നിങ്ങളുടെ സ്കിന്നിന് സൂട്ടായിട്ടുള്ള ഒരു കാര്യം ഇതിനകത്തേക്കും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചു കൊടുത്ത് കൊണ്ടുവരിക. വെള്ളം ചേർക്കാതെ അരച്ചെടുക്കാൻ പറ്റുക അത്രയും നല്ലത്. ഇനി അത് അരയാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ അത് ഇച്ചിരി ഈ പറഞ്ഞ പോലെ പാലോ വെള്ളമൊക്കെ നിങ്ങൾക്ക് ചേർത്തെടുക്കാവുന്നതാണ്. അപ്പോൾ അത് ചേർത്ത് നല്ല രീതിക്ക് മിക്സാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ കയ്യിലാണെങ്കിലും ഫേസിലാണെങ്കിലും എവിടെയാണെങ്കിലും നമുക്കിത് അപ്ലൈ ചെയ്യാവുന്നതാണ്. നല്ല രീതിയിൽ തന്നെ സ്കിന്നിനെ ബ്ലീച്ച് ചെയ്ത് തരും, അതും ആദ്യ യൂസിൽ തന്നെ കേട്ടോ. കാരണം വേറെ ഒന്നുമല്ല, നമ്മുടെ ഈ ഒരു കോമ്പിനേഷൻ തന്നെയാണ് ഈ ഒരു പൊട്ടാറ്റോ റാഗിയുടെ സ്റ്റാർച്ച്. ഈ ഒരു കോമ്പിനേഷൻ തന്നെയാണ് നമ്മുടെ സ്കിൻ ടോണ് ആദ്യ യൂസിൽ തന്നെ മാറ്റം കൊണ്ടുവരുന്നത്. ഇപ്പോൾ ഞാനിവിടെ കയ്യിൽ മസാജ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു കളറ് ആ ഒരു ചേഞ്ച് ആവുമെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. എൻ്റെ ഈ ഒരു കയ്യിലും വലതേ കയ്യിലും ഇടതേ കയ്യിലും ആ ഒരു ഡിഫറൻറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഞാൻ 2 കയ്യിലും അപ്ലൈ ചെയ്തിട്ട് കാണിക്കുന്നുണ്ട്. നല്ല രീതിക്ക് തന്നെ സ്കിന്ന് ബ്ലീച്ചായി നമ്മുടെ സ്കിൻ ടോൺ തന്നെ ആദ്യ യൂസിൽ തന്നെ ഒരു ബ്രൈറ്റ്നസ് ആയിട്ട് വന്നിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു മെത്തേഡ് ആദ്യത്തെ ഒരാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് അങ്ങ് ഉപയോഗിക്കാം. പിന്നെ വരും ദിവസങ്ങളിൽ നിങ്ങളിതൊരു റൊട്ടീൻ പോലെ ആഴ്ചയിൽ 3-4 തവണയായിട്ട് ചെയ്യട്ടോ. അതുപോലെ തന്നെ ഈ ഒരു കാര്യം നമ്മൾ ഫ്രഷ് ആയിട്ട് വേണം ഉപയോഗിക്കാനായിട്ട്. ആദ്യം തന്നെ ഇത് ഫ്രിഡ്ജിനകത്ത് സ്റ്റോർ ചെയ്ത് ഉപയോഗിക്കാതിരിക്കാനായിട്ട് നോക്കുക. മാക്സിമം നമുക്ക് ഒരു ദിവസത്തേക്കുള്ളത് മാത്രമേ നമുക്ക് ഇത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഇന്നും നാളത്തേക്കുള്ളത് മാത്രം നമുക്ക് ചെയ്യാനായിട്ട് മാത്രമേ ഇത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാവൂ. അതല്ലാതെ 1 വീക്ക് വരെ, ഒരു 3 to 4 ഡേയ്സ് വരെ ഒന്നും ഈ ഒരു ഉരുളക്കിഴങ്ങിൻ്റെ ഈ ഒരു കൂട്ട് നമുക്ക് എടുത്ത് വയ്ക്കാൻ പറ്റില്ല. ഫ്രഷ് ആയിട്ട് തന്നെ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് റിസൾട്ട് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫേസിലുണ്ടാകുന്ന കരിമംഗല്യം പോലത്തെ വലിയ വലിയ പ്രശ്നങ്ങളെല്ലാം നീക്കിക്കൊണ്ട് നമ്മുടെ സ്കിന്ന് നാൾക്ക് നാൾ നല്ല എങ്ങായിട്ടും അതുപോലെ തന്നെ നല്ല രീതിക്ക് ലൈറ്റനായിട്ട് നമ്മുടെ സ്കിൻ ടോണൊക്കെ നല്ല രീതിക്ക് ഇൻക്രീസ് ചെയ്ത് വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ എങ്ങായിരിക്കും എന്ന് പറയാൻ കാരണം നമ്മൾ ഇതിനകത്ത് റാഗിയുടെ സ്റ്റാർച്ച് ചേർത്തത് കൊണ്ട് തന്നെയാണ് കേട്ടോ. ഈ ഒരു റാഗിയുടെ സ്റ്റാർച്ച് കൂടി ചേരുമ്പോൾ നമ്മുടെ സ്കിന്നിലുണ്ടാവുന്ന ചുളിവും പാടും കാര്യങ്ങളൊക്കെ പോയിട്ട് നമുക്കൊരു യങ് ലുക്കായിരിക്കും ഫീൽ ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്കുണ്ടായിട്ടുള്ള മാറ്റത്തായിട്ട് കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി ഒരു പുതിയ വെറൈറ്റി വീഡിയോയുമായി വരുന്നവരേക്കും ടാറ്റാ ബൈ ബൈ ഫ്രം ഷംന.